സലീം മടവൂർ താങ്കൾ ഹൈക്കോടതിയിലേക്ക് ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് പോയ ആളാണ്. സലീം മടവൂർ ഇ ഡിക്ക് താല്പര്യമേ ഉണ്ടായിരുന്നില്ല. ഇ ഡി എത്ര തവണ കോടതി വിളിച്ചു, ഉണരൂ ഇ ഡി ഉണരൂ എന്ന് എത്ര തവണ കോടതി വിളിച്ചു. അതിനുശേഷമാണ് ഇ ഡി കോടതിയിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ അന്വേഷിക്കാമെന്ന് ലാസ്റ്റ് ഉറക്കച്ചടവിൽ പറയുന്നത് പോലെ പറഞ്ഞു. അതിനുശേഷം പിന്നെയും കോടതി എത്ര തവണ ഇടപെട്ടു, നിങ്ങൾ എത്ര തവണ ഇടപെട്ടു. ലാസ്റ്റ് അങ്ങനെ ഗതികെട്ട് സഹികെട്ട് എടുത്തതാണ് ഇ ഡി ആ കേസ്. താങ്കൾ പരാതിക്കാരനാണ്, സ്വാഭാവികമായും പരാതിക്കാരനോട് ചോദിക്കേണ്ടതാണ്. മിസ്റ്റർ സലീം മടവൂർ, താങ്കൾ എന്തിനാണ് അതിൽ പരാതി കൊടുത്തത് ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ടായോ ഇ ഡിയിൽ നിന്ന് എപ്പോഴെങ്കിലും? ഈ ഇ ഡിയുടെ കോഴിക്കോട് ഓഫീസിൽ ഫസ്റ്റ് പരാതി കൊടുക്കുമ്പോൾ തന്നെ എന്നോട് ചോദിച്ചത്, ഈ വാർത്ത നിങ്ങൾ പത്രത്തിൽ വന്നു എന്നാണ് എന്നോട് ഞാൻ ആദ്യം ഈ ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ ദിവസം ഓഫീസില്ലാത്തത് കൊണ്ട് ഞാൻ ഓഫീസിലെ പെട്ടിയിലിട്ട് വീണ്ടും അടുത്ത തിങ്കളാഴ്ച ദിവസം പോകുമ്പോൾ എന്നോട് ചോദിക്കുന്നത്, അവർക്ക് അത് തന്നെ ഈർഷ്യയാണ് പത്രത്തിൽ ഇത് വന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ 6 തവണയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാതെ കേസ് നീട്ടിക്കൊണ്ടുപോയത്. അവസാനം ഹൈക്കോടതി എൻട്രിയും ഓർഡർ ഇട്ടു, നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യണം. അപ്പോഴാണ് സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്ത് ഞങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നു, ഞങ്ങൾ ഇതേക്കുറിച്ച് നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ടും ഉണ്ടായില്ല. ആ സമയത്ത് ഇവരെന്താ പറഞ്ഞത്, ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ല എന്ന് പറയും. ഈ നിലവിലുള്ള ഇന്ത്യ രാജ്യത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ 2019 മുതൽ 24 വരെയുള്ള 5 വർഷക്കാലത്തെ കണക്ക് പുറത്തു വന്നത് 654 കേസുകളിൽ കേവലം 42 കേസിൽ മാത്രമാണ് നടപടിയെടുക്കാൻ സാധിച്ചത്. 6.54 ഇ ഡിയുടെ കേസ് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് നടപടിയെടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ച കേസുകളുടെ എണ്ണം, മൊത്തത്തിലുള്ള എണ്ണം. അങ്ങനെ ഒരു തരത്തിലും കേസെടുക്കില്ല. മറ്റുള്ള പ്രതിപക്ഷ നേതാക്കളുടെ കാര്യത്തിൽ എന്താ ചെയ്യുക, കേസ് പിടിച്ചിട്ടാണ് പിന്നീട് ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 50,000 രൂപയുടെ ഒരു തട്ടിപ്പ് കേസ് പോലും അല്ലെങ്കിൽ പിടിച്ചുപറി പോലും ഇതിൻ്റെ ഷെഡ്യൂൾഡ് ഒഫൻസ് ആക്കി വെച്ചുകൊണ്ട് ഈ കേസ് ആളുകളുടെ പേരിൽ എന്ത് കേസും എടുക്കാം. ഇതൊന്നും ചെയ്യാതിരുന്നപ്പോൾ ഹാഷ്മി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 3/11/2024 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, അത് DOR VU E 2024 35/16 ഡേറ്റഡ് 3/11/24 ഞാനൊരു പരാതി അവിടെ അവരെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. ആ പോർട്ടലിൽ പരാതി തള്ളിയ കൂട്ടത്തിൽ അവർ കൃത്യമായിട്ട് പറയും, ഇതൊക്കെ ഞാൻ ഹൈക്കോടതിയുടെ വിധിയും എന്തുകൊണ്ട് ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഈ മണി ലോണ്ടറിനെ കുറിച്ച് അങ്ങയുടെ ഈ ഗവൺമെൻറ് നടപടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് വളരെ കൃത്യമായ പരാതി അവിടെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിന് തന്നിരിക്കുന്ന മറുപടിയാണ്, ദിസ് പോർട്ടൽ സ്പെസിഫിക്കലി ഡീൽസ് വിത്ത് ഗ്രീവൻസസ് എബവ് കംപ്ലൈൻറ്റ് അപ്പിയേഴ്സ് to be in the nature of information rather than a grievance. The same has been forwarded to concerned section for necessary and needful action at their end എന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ ഇൻ്റലിജൻസ് വിഭാഗത്തിന്, അതായത് ധനകാര്യ വിഭാഗത്തിന്, അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടർക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോർവേഡ് ചെയ്തു. ഗത്യന്തരമില്ലാതെ, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ഫയൽ പുറപ്പെട്ടത് കൊണ്ട് ഇനി അടുത്ത വിവരാവകാശം വരുമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു കേസ് അവസാനിപ്പിച്ചത്. അതായത് BJPക്ക് വെള്ള പൂശിക്കൊണ്ട് BJPയുടെ നേതാക്കൾ, അതായത് ഇതിൽ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം കേന്ദ്ര നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന സുരേന്ദ്രൻ്റെ മകനും സുരേന്ദ്രനും നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമായി കേരളത്തിലെ ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്, പോലീസിന് ബോധ്യപ്പെട്ടു, എല്ലാവർക്കും തെളിവുണ്ടല്ലോ. ഡിജിറ്റൽ തെളിവ് കൃത്യമായിട്ടുള്ള ഒരു കേസിൽ ആളുകളുടെ മൊഴി മാറ്റി വെക്കാം. ഇപ്പോൾ തിരൂർ സതീശിൻ്റെ മൊഴി അയാൾ BJPയിൽ നിന്ന് മാറിയത് കൊണ്ട് വൈരാഗ്യത്തിന് ആയിക്കോട്ടെ, സലീം മടവൂർ BJP എതിർക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് അത് വൈരാഗ്യ ബുദ്ധിയോടുകൂടി BJPയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രസ്താവനയാണ്, അത് ഒഴിവാക്കാം. പക്ഷേ ഇവിടെ ഡിജിറ്റൽ തെളിവുണ്ടല്ലോ. പോലീസ് കള്ളപ്പണം പിടിച്ചപ്പോൾ പ്രതികൾ ആദ്യം വിളിച്ചത് സുരേന്ദ്രൻ്റെ മകനെയാണ് വിളിച്ചത്. എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? ഇനി ഇവർ പറയുന്നത് പോലെ സ്വത്ത് വാങ്ങാൻ പോയതാണെങ്കിൽ ഇത്രയും പണം ബാങ്ക് മുഖേന നടത്തേണ്ട ട്രാൻസ്ഫർ എന്തിനാ ചാക്ക് കൊണ്ടുപോയത്? നമ്മുടെ ധനകാര്യ സംവിധാനം, നമ്മുടെ ബാങ്കിങ് സംവിധാനത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ടല്ലേ ആ പണം പോകുന്നത്. ഇ ഡി ചോദ്യം ചോദിക്കുന്നില്ല. പക്ഷേ താങ്കൾ നേരെ തിരൂർ സതീഷ് BJP വിരുദ്ധനൊന്നുമല്ല, ഇപ്പോഴും BJPക്കാരനാണ്. മാത്രമല്ല അദ്ദേഹം വളരെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ BJPയിലേക്ക് വന്ന ആളുമല്ല, RSS കൂടെ വന്ന് പ്രത്യയശാസ്ത്രം പഠിച്ച് അതിൽ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത്തിൽ ഇപ്പോഴും BJP തന്നെ നിൽക്കുന്ന ആളാട്ടോ, ആശയത്തോട് യോജിക്കുന്ന ആളാണ്. അതുകൊണ്ട് സതീഷ് BJP വിരുദ്ധനാന്ന് പറയല്ലേ?